ക്ഷണക്കത്ത് അതില് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കണ്ണ് അതൊരു ഫാക്ടർ ആയിരുന്നോ അവർ നോട്ടീസ് ചെയ്തു? കാരണം അന്നത്തെ കാലത്ത് ഈ കണ്ണെന്ന് പറഞ്ഞാല് ഈ ലെൻസ് ഒന്നും ഇല്ലാത്ത കാല. അപ്പൊ അതുകൊണ്ട് ഈ കണ്ണുള്ള ആൾക്കാര് അപ്പൊ ആ ക്യാരക്ടറിന് വേണ്ടി ഈ കണ്ണ് വേണമെന്നുള്ളത് കൊണ്ടായിരിക്കണം വിളിച്ചിരിക്കുന്നത്. കോളേജിലൊക്കെ കുറെ ഫാൻസ് ഉണ്ടായിരുന്നായിരിക്കുമല്ലോ. അല്ല കോളേജിൽ നിന്നല്ല, ഈ കണ്ണ് ഉള്ളത് കൊണ്ട്. ബിക്കോസ് എപ്പോഴും ആ ഒരു സമയത്ത് ആ ഒരു ഏജിലൊക്കെ എന്ന് പറയുന്നത് നമ്മള് പുറത്തിറങ്ങി നടക്കുമ്പോഴൊക്കെ ഈ ആൾക്കാർ എന്നെ ശ്രദ്ധിക്കാറുണ്ട് എന്നുള്ള സത്യമാണ്. ലവ് ലെറ്റേഴ്സ് കിട്ടിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. അത് എസ്പെഷ്യലി ആ മൂവിയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരുപാട് ലെറ്റേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്. ഇക്കയുടെ പ്രണയം എന്താന്ന് ചോദിച്ചാൽ എന്ത് പറയും? എൻ്റെ പ്രണയം എന്ന് പറഞ്ഞാൽ എനിക്കെപ്പോഴും ഐ ഓൾവേസ് ബിലീവ് ഇൻ ലവ് ഹാസ് ടു ഹാപ്പൻ. ലൈക്ക് ഇറ്റ് ഇസ് നോട്ട് ലൈക്ക് യു ഹാവ് ടു ഗോ ആൻഡ് ഗെറ്റ് ദ ലവ്. അത് ഒരു നാച്ചുറലായിട്ട് ഉണ്ടാവണം. ഒരാളെ നമ്മൾ പരിചയപ്പെടുകയോ നമ്മൾ ഒരു ഫ്രണ്ട്ഷിപ്പ് ആവുകയോ ചെയ്യുമ്പം അത് നാച്ചുറലായിട്ട് ഉണ്ടാകുന്നതാണ് റിയൽ പ്രണയം എന്ന് പറയുന്നത്. അല്ലാതെ പ്രണയം നമുക്കൊരിക്കലും ഫേക്ക് ചെയ്യാൻ പറ്റും. റിയൽ ലവ് ഇസ് ഓൾവേസ് ലൈക്ക് ഇറ്റ് ഹാസ് ടു ഹാപ്പൻ നാച്ചുറലി. അത് നമുക്ക് കറക്റ്റായിട്ട് കമ്പാറ്റബിൾ ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് കിട്ടണം ലൈഫിൽ. അത് കിട്ടുന്നത് ഇറ്റ് ഇസ് യുവർ ലക്ക്. ചില പ്രണയം ചിലപ്പം ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും, ചില ഷോർട്ട് പീരീഡ് കൊണ്ട് തീരാം. ദാറ്റ് ഓൾ ഡിപ്പെൻസ് ആ പ്രണയത്തിൻ്റെ എന്താ പറയുക, ആ തുടങ്ങുന്ന സമയത്ത് അത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ കൊണ്ടുപോകുന്നവരിക്കും. നമ്മളുടെ എന്തെങ്കിലും തെറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംഭവിച്ചു കഴിഞ്ഞാൽ ചില പ്രണയങ്ങൾ അവിടുന്ന് ബ്രേക്ക് ചെയ്ത് പോകും. പക്ഷേ അറ്റ് ദ സെയിം ടൈം പ്രണയം ബ്രേക്ക് ചെയ്താലും ആ ഫ്രണ്ട്ഷിപ്പ് ബ്രേക്ക് ചെയ്യരുത് എന്നുള്ളതാണ്. അതാണ് എൻ്റെ ഒരു രീതിയും. ഇപ്പോഴും പണ്ട് പ്രണയിച്ച പെണ്ണുങ്ങളെയൊക്കെ ഇപ്പോഴും കാണുമ്പോഴും ആർക്കും ദേഷ്യവും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ അന്വേഷിക്കും കാര്യങ്ങളൊക്കെ ചെയ്യും. മുഖം തിരിച്ചടക്കാൻ പാടില്ല. അങ്ങനത്തെ ഒരു ബന്ധമായിരിക്കണം നമുക്ക് എപ്പോഴും ഉണ്ടാവട്ടെ. അത് പക്ഷേ ചിലത് സംഭവിക്കും നമുക്ക്, ചിലത് എല്ലാം അങ്ങനെ ആവണമെന്നില്ല. ബട്ട് ദാറ്റ് ഇസ് ഷുഡ് ബി ദ വേ. നമുക്ക് എപ്പോഴും ഒരു വൈരാഗ്യം വെച്ചിട്ടൊക്കെ ഒരു പാർട്ട് ചെയ്യുന്നതിലും ലൈക്ക് യു ഷുഡ് നോട്ട് പാർട്ട് അവേ വിത്ത് ഓൾ ദ റിവെഞ്ചും ഇങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ലാതെ ചില സാഹചര്യങ്ങൾ ചില ക്യാരക്ടർ നമ്മുടെ സ്വഭാവം കൊണ്ടുമൊക്കെ ചില നമ്മളുടെ അപ്പോഴുണ്ടായ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് പല പ്രണയങ്ങളും പിരിയാം. പക്ഷേ ഐ ബിലീവ് ഇൻ ലൈക്ക് ആഫ്റ്റർ ദാറ്റ് ഓൾസോ യു ഷുഡ് ഹാവ് ഒരു ഫ്രണ്ട്ഷിപ്പ് ഇൻ ദ സെൻസ് എപ്പോഴും വിളിക്കുന്നൊന്നുമല്ല, എപ്പോഴെങ്കിലും കാണുകയോ മിണ്ടുകയോ ചെയ്യുമ്പം ആ ഒരു സൗഹൃദം കീപ്പ് ചെയ്യണം. നമ്മൾ ഈ ഇടയായിട്ട് ഒരുപാട് കേട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്, ലവ് ഓർ മണി, ഏത് ചൂസ് ചെയ്യും? ലവ് ഇറ്റ് ഡിപ്പെൻസ്. ലൈക്ക് ഐ മീൻ എനിക്ക് അറിയില്ല. ബിക്കോസ് ചില സ്ഥലത്ത് മണി എന്ന് പറയുന്ന ഒരു സംഭവം ഒരു ഭയങ്കര ഫാക്ടറാണ്. മണി ക്യാൻ ബൈ ലവ് എന്ന് ചില ആൾക്കാർ പറയും. ആസ് ലോങ് ആസ് യു ഹാവ് മണി. എപ്പോൾ പൈസ തീരുന്നു അപ്പം ലവ് തീരും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദ റിയൽ ലവ് ഇസ് ആക്ച്വലി നോട്ട് ഡിപ്പെൻസ് ഓൺ മണി. നമുക്കൊരാളോട് തോന്നുന്ന ഇഷ്ടമാണ്, അയാൾ എന്താണോ വാട്ട് എവർ ഹീ ഈസ്, വെദർ ഈസ് പുവർ ഓർ ഈസ് എന്താ പറയുക, ആൾക്ക് പല നെഗറ്റീവ് സൈഡും കാണും പോസിറ്റീവ് സൈഡ് കാണും. അതെല്ലാം മനസ്സിലാക്കിയിട്ട് ഉണ്ടാവുന്ന അതാണ് റിയൽ പ്രണയം എന്ന് പറയുന്നത്. പക്ഷെ മണി ഈസ് ആക്ച്വലി സം പീപ്പിൾ ദേ ഗെറ്റ് ഇൻ ടു ലവ് പീപ്പിൾ ഹു ഹാവ് ഗോട്ട് മണി, പൈസ ഉള്ളവർ. ചിലത് തിരിച്ചു ആവാം. പക്ഷേ ഈ പറഞ്ഞ പോലെ റിയൽ ലവ് ഇസ് നോട്ട് മണി ഫോർ ഷുവർ. അതാണ് എൻ്റെ ഒരു നിലപാട് അല്ലെങ്കിൽ ഒരു വിശ്വാസം. ഇപ്പോ ഇക്കാനെ എന്താ പറയാ സ്നേഹിച്ച് പറ്റിക്കാൻ പറ്റുമോ? ലൈക്ക് ഇക്കാടെ ഒരു വീക്ക് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളെ അമിതമായിട്ട് സ്നേഹിക്കുന്നതാണോ? ഞാൻ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ആളുകളോട് നമുക്ക് ഇഷ്ടപ്പെട്ടവർക്ക് നമുക്ക് സ്നേഹം വരും. പക്ഷേ ചില സമയത്ത് നമുക്കത് ഭയങ്കര ഓപ്പണായിട്ട് കാണിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ വരും. നമ്മളെപ്പോഴും ഇങ്ങനെ സ്നേഹം, പക്ഷെ ഉള്ളിൻ്റെ സ്നേഹം കാണും. നമ്മൾ പ്രവൃത്തിയിലാണ് സ്നേഹം നമ്മൾ കാണിക്കാന്ന് പറയുന്നത്. നമ്മളെപ്പോഴും ഐ ലവ് യു എന്ന് പറയുന്നതിലുള്ളതല്ല. പറ്റിക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എനിക്കൊന്ന് സ്നേഹം കൊണ്ട് ആരെയും പറ്റിക്കാന്ന് എനിക്ക് തോന്നുന്നത്. നമ്മൾ പറ്റിക്കുക എന്ന് പറഞ്ഞ സെൻസ് ലൈക്ക് ഈ ഫേക്ക് പ്രണയമാണോ ഉദ്ദേശിക്കുന്നത്? അല്ല, പലരും നമ്മളെ സ്നേഹം കാണിച്ച് നമ്മുടെ വിശ്വാസം എടുത്തിട്ട് പിന്നെ ചതിക്കപ്പെടില്ല. റിയൽ ലവ് ഡെഫിനറ്റ്ലി ചെയ്യില്ല. ദാറ്റ് ഈസ് എ ഫേക്ക് ലവ്. അപ്പൊ അത് ഫേക്ക് ലവിൽ ആർക്കും ആരെയും പറ്റിക്കാം. ആർക്കും നമ്മളൊക്കെ വിചാരിക്കും നമ്മൾ ഭയങ്കര ബുദ്ധിമാനാണെന്ന്. പക്ഷേ ലവ് കൊണ്ട് അത് ലവ് അഭിനയിച്ച് പറ്റിക്കുക എന്നുള്ളത് സത്യമാണത്. അത് ലൈക്ക് ബിക്കോസ് എ പേഴ്സൺ ബിലീവ്സ് ലൈക്ക് ആൾ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ആൾ പറ്റിച്ചിട്ട് പോവാന്ന് പറഞ്ഞാൽ നമ്മൾ പറ്റിക്കപ്പെട്ടു. നമ്മൾ എത്ര വലിയ ബുദ്ധിമാനാണെങ്കിലും സ്നേഹം കൊണ്ട് കീഴടക്കാൻ പറ്റും ഒരാളെ.
അതിൽ തീർച്ചയായിട്ടും പറ്റിക്കാൻ പറ്റും. ലൈഫിൽ ഇക്കായ്ക്ക് ഇപ്പം നോക്കുകയാണെങ്കിൽ ലൈഫിൽ ഇക്ക കണ്ട ഏറ്റവും വലിയ ഇക്കയുടെ സക്സസ് എന്തായിരിക്കും? See, when I get എനിക്ക് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസും ഒക്കെ ഒരുപാട്, ബിക്കോസ് എവ്രിബഡി വിൽ ഹാവ് പ്രോബ്ലം. ഞാൻ എല്ലാ പ്രോബ്ലത്തിനെയും ഒരു പരിധി വിട്ട് ഞാൻ തലയിൽ എടുക്കാറില്ല. അതെൻ്റെ ഒരു മീൻ ലൈക്ക് മേ ബി എൻ്റെ ഒരു എനിക്കുള്ള കഴിവാണോ എന്നും അറിയില്ല, പക്ഷേ ലൈക്ക് മൈൻഡ് സെറ്റ് ഇസ് ലൈക്ക് ദാറ്റ്. ബിക്കോസ് എന്ത് പ്രോബ്ലം വന്നാലും ദ മെയിൻ തിങ് ഇസ് ഐ നെവർ കമ്പയർ വിത്ത് അതേഴ്സ്. ഞാൻ ഒരിക്കലും ഒരു കമ്പാരിസനാണ് ആൾക്കാർക്ക് എപ്പോഴും നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. എനിക്കില്ലാത്ത സാധനം അവിടെ ഉണ്ട്, അയാൾ അങ്ങനെ ആയല്ലോ, അയാൾക്ക് അതുണ്ടല്ലോ, അയാൾക്ക് ഇതുണ്ടല്ലോ, എനിക്ക് എന്തുകൊണ്ട് അങ്ങനെ ആവാൻ പറ്റുന്നില്ല എന്ന് വെൻ യു സ്റ്റാർട്ട് കമ്പയറിങ് വിത്ത് യു ടു അതേഴ്സ്, അവിടെ നമുക്ക് പ്രോബ്ലം തുടങ്ങും. ഈ ഒരു റിയലൈസേഷൻ എപ്പോഴാണ് ഉണ്ടായത്? എനിക്കത് പണ്ടേ ഉണ്ട്. കാരണം ഒരുപാട് പേർക്ക് ഇല്ലാത്ത ക്വാളിറ്റിയാണ്. ഞാൻ എപ്പോഴും ഒരാൾ, ബിക്കോസ് ഒരാളുടെ കയ്യിൽ വലിയ എന്തോ സാധനം ഉണ്ടായിരുന്നു, നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ അതിലോട്ട് നോക്കുകയുള്ളൂ, അല്ലേ നോക്കാതിരിക്കുക. യു ഷുഡ് നോട്ട് ലൈക്ക് ഒരാളുടെ ഒരു വലിയ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള കാറുണ്ട്, നമുക്കത് അപ്പോഴും നമ്മൾ പോയി നോക്കാതിരിക്കുക. വേണമെങ്കിൽ കാഷ്വലി നോക്കാം, പക്ഷെ കൂടുതൽ ടു മച്ച് ഇൻ ടു നോക്കാതിരിക്കും നല്ലത്. പക്ഷെ ഇൻ അതർ വേർഡ്സ് ഓൾസോ ഇറ്റ് ഇസ് എ യു ക്യാൻ മാനിഫെസ്റ്റ്. ഇപ്പം നമുക്കത് വേണമെന്ന് വിചാരിച്ചിട്ട് നമ്മളത് പോയി ഇങ്ങനെ കണ്ട് നമ്മളിങ്ങനെ മനസ്സിൽ ഞാനിത് നേടും എന്ന് പറയും എല്ലാ ദിവസവും വിചാരിച്ചിട്ട് മാനിഫെസ്റ്റേഷൻ ഇത് ആ ഒരു ഇതിലും നമുക്ക് ആ കാറ് പോയി നോക്കി നമ്മുടെ മനസ്സിൽ എന്താണ് ഇത് ഞാൻ ഒരു ദിവസം നേടും. രണ്ട് രീതിയുണ്ട്. പക്ഷെ അതിന് നമ്മൾ വർക്ക് ചെയ്യണം. യു ഹാവ് ടു മാനിഫെസ്റ്റേഷൻ മാത്രം പോരാ, ഹാർഡ് വർക്ക് ചെയ്യണം. അപ്പം അങ്ങനെ ഒരു ഹാർഡ് വർക്ക് മെന്റാലിറ്റി ഉള്ളവർക്ക് ഇറ്റ് ഇസ് ഗുഡ്. അല്ലാത്തവർക്ക് അത് വെറുതെ പോയിട്ട് ഇങ്ങനെ പോയി കണ്ട് അയ്യോ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്നും പറഞ്ഞ് വീട്ടിൽ പോയിരുന്ന് വിഷമിക്കുന്നതിന് നല്ലത്. സോ യു ഡോണ്ട് ലുക്ക് അറ്റ് ദാറ്റ് സൈഡ്. വാട്ട് എവർ യു ഹാവ് ലൈക്ക് നമ്മളതുകൊണ്ട് ഹാപ്പി ആയിരിക്കണം. ലക്ക് ഈസ് ഓൾസോ ഫാക്ടർ അല്ലേ? ലക്ക് ഇസ് ഡെഫിനറ്റ്ലി ലക്ക് ആൻഡ് ഹാർഡ് വർക്ക്. ഇക്കയ്ക്ക് ലക്ക് എത്രത്തോളം ഉണ്ടായിട്ടുണ്ട്? ലക്ക് ഫാക്ടർ എനിക്ക് ഓൺ ആൻഡ് ഓഫ് ആണ് ലക്ക്. എനിക്ക് പിന്നെ ക്ഷണക്കത്തൂരും എൻ്റെ ലക്കാണ്. കാരണം എന്നെ ഇങ്ങോട്ട് തേടി വന്ന ഒരു ചാൻസാണ്, ബിക്കോസ് ദാറ്റ് വാസ് എ ലക്ക്. പക്ഷേ അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ബ്രേക്ക് വന്നു എനിക്ക്. പിന്നെ അടുത്ത മൂവീസിലൊക്കെ എന്ന് പറഞ്ഞാൽ ചിലത് ലക്കായിരുന്നു, ചിലത് ഞാൻ പോയി ട്രൈ ചെയ്ത് കിട്ടിയതാണ്. അപ്പോൾ ഐ ഓൾവേസ് ഹാവ് ഓൺ ആൻഡ് ഓഫ് ലക്ക്. ഇതാണ്, ചിലത് ലക്കാണ്, ചിലത് വർക്ക് ചെയ്ത് കിട്ടി അങ്ങനെ. സോ ലക്ക് എന്ന് പറയുന്നത് നമ്മൾ ഇപ്പം നമ്മുടെ കരിയറിൽ കയറി കഴിഞ്ഞാൽ പിന്നെ വിതൗട്ട് ബ്രേക്ക് നമുക്കിങ്ങനെ മൂവീസ് വന്നുകൊണ്ടിരിക്കണം. ദാറ്റ് ഈസ് യുവർ ലക്ക്. അല്ലാതെ എല്ലാ മൂവിയിലും നമ്മൾ പോയിട്ട് ഇങ്ങനെ എനിക്ക് അടുത്ത പടം വേണം പറ്റൂല. ദാറ്റ് ഈസ് വാട്ട്. പ്രത്യേകിച്ച് ചില ആളുകൾക്ക് അങ്ങനെ ചോദിക്കാൻ തന്നെ ബുദ്ധിമുട്ടുള്ള ആളുകളാണ്. ഇക്കാക്ക് അങ്ങനെയാണോ? ബുദ്ധിമുട്ടാണ് ഒരു പരിധി വരെ ഉണ്ട്. ഇപ്പൊക്കെ ഞാൻ മാറി വരുന്നു. ഐ വാസ് ലൈക്ക് ദാറ്റ്. ശരിക്കും അങ്ങനെ നമ്മൾ ചോദിക്കണം അല്ലേ? നമ്മുടെ ആവശ്യം ചോദിക്കണം. നമ്മൾ മൂവി ഇൻഡസ്ട്രി എസ്പെഷ്യലി മൂവി ആൻഡ് രാഷ്ട്രീയം ഓൾമോസ്റ്റ് സെയിം. നമ്മുടെ പൊളിറ്റിക്സും രാഷ്ട്രീയവും ഈക്വൽ ആണ്. കാരണം അത് രണ്ടിലും നമ്മൾ പിന്നെ ഉയർന്നു വരണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഉള്ളിലുള്ള എല്ലാ ഈഗോസും എല്ലാം മാറ്റി വെച്ചിട്ട് യു ഹാവ് ടു യു ഷുഡ് ഹാവ് അനദർ ഫേസ്. യു ഹാവ് ടു ആക്ട് മോർ ദാൻ more behind the camera than in front of the camera. Act like that is what like it is. എന്നുവെച്ചാൽ ആൾക്കാരെ പറ്റിക്കുന്നില്ല പറഞ്ഞാൽ യു ഹാവ് ടു കീപ്പ് എവറിത്തിങ്. ഇപ്പം ഞാൻ എന്താണോ ഞാനൊരു ഇൻട്രോവേർട്ട് ആണെന്നുണ്ടെങ്കിൽ ഐ ഹാവ് ടു ബി ലൈക്ക് ഒരു അതിന്ന് മാറിയിട്ട് ആൾക്കാരോട് പോയി ചോദിക്കാനും ഒക്കെ ഉള്ളൊരു മനസ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. നല്ല സൗഹൃദങ്ങൾ ഉണ്ട്, നല്ല സൗഹൃദമുണ്ട് എനിക്ക്. ഫ്രണ്ട്സ് ബിക്കോസ് ഐ ഈസിലി മേക്ക് ഫ്രണ്ട്സ്. പക്ഷെ ഐ ഹാവ് മെനി ഫ്രണ്ട്സ്, ഒരുപാട് പ്ലെൻറ്റി ഓഫ് ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷേ ദർ ആർ സർട്ടൻ ഫ്രണ്ട്സ് വെരി ക്ലോസ് ടു. എന്നെ അറിയുന്ന കുറച്ച് പേരെ കാണുള്ളൂ അല്ലേ? അല്ല, എന്നെ അറിയുന്ന ഒരുപാട് പേര് കാണും. എല്ലാവരും ഇപ്പോൾ നമ്മൾ അറിയുന്നുണ്ട്. പക്ഷെ എല്ലാവരോടും ഞാൻ ജസ്റ്റ് സ്റ്റോക്ക് കാണുമ്പോഴൊക്കെ മിണ്ടു വെച്ചു. പക്ഷേ ഒരു കീപ്പ് ഇൻ ടച്ച് എന്ന് പറയുന്നുണ്ടല്ലോ, അതിൽ കുറച്ച് ഫ്രണ്ട്സ് കാണത്തുള്ളൂ. നമ്മളെ ഇടയ്ക്ക് വിളിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിയും കാര്യം. ബാക്കിയുള്ളവർക്ക് എവിടെ വെച്ച് കണ്ടാലും വി ജസ്റ്റ് നമ്മളാ മുമ്പത്തെ ആ പരിചയം തന്നെ കീപ്പ് ചെയ്ത് പോകുന്ന ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. ഇറ്റ് ഡസൻറ്റ് മീൻ എല്ലാ ഈ ഇരിക്കുന്ന ലിസ്റ്റിൽ എല്ലാവരും എല്ലാ ദിവസവും വിളിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ വിളിക്കുന്നൊരു സൗഹൃദം ലിമിറ്റഡ്. ഐ ഹാവ് ഗോട്ട് ലൈക്ക് അങ്ങനെ ക്ലോസ് ഫ്രണ്ട്സ് കുറച്ചുണ്ട്.